ആ ആ വെള്ളം ഒഴിക്കണ്ടേ? ഇവനെന്നെ ഇപ്പോ പ്രാഞ്ചി വരുന്നുണ്ടോ? എന്നടാ പ്രാഞ്ചി? വേവിച്ചാനൊന്ന് കാണാനാ. ഇതെന്നത് അത്യാവശ്യമുണ്ട്, ഒന്ന് വിളിച്ചേ. വേവിച്ചായ ഒരു കാര്യമുണ്ട്. എന്നതാടാ പ്രാഞ്ചി ഈ നേരത്തെ പതിവില്ലാതെ? ദേ ഇത് കണ്ട, കുളം കുഴിച്ചപ്പോ കിട്ടിയതാ ഒരു കുടത്തിന്ന്. എന്നതാടാ ഇത്? പേരൊന്നും എനിക്ക് അറിയത്തില്ല, നല്ല വില കിട്ടുമെന്നറിയാം. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പോലീസ് നാട്ടുകാർ പറഞ്ഞാൽ എനിക്കിത് നഷ്ടമാവും. ബേബിച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ചാക്കോ ഒന്ന് ഒഴിച്ചു കൊടുക്കടാ. പ്രാഞ്ചി ഇത് നാട്ടിലെങ്ങും കിട്ടാത്ത സാധനം. മരതകമാണെങ്കിൽ നല്ല വില കിട്ടും. വിട്ടുകളയരുത്. പ്രാഞ്ചി വന്നേ. എടാ നീ ഇങ്ങോട്ട് വന്നത് ആരെയും അറിഞ്ഞായിരുന്നോ? ഒരു പട്ടി കുഞ്ഞു പറഞ്ഞിട്ടില്ല. നന്നായി. അതെ, കാഴ്ചക്ക് കൊള്ളാം. നീ കരുതുന്ന പോലത്തെ ഒരു സാധനം തന്നെയത്. ഇത് ഒരു കല്ലടാ. എന്നായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ, ഈ ബേബിച്ച ഒരു 10,000 രൂപ എനിക്ക് തരും. എന്നാ 10,000 ഉലുവായ? പള്ളി പോയി പറഞ്ഞാ മതി. ഇത് മേടിക്കാൻ വേണ്ടിയേ വേറെ മുതലാളിമാരോട് ഞാൻ നോക്കട്ടെ. ഒന്ന് പോയച്ചാ 10,000 ഉലുവ. എനിക്കിത് വേണ്ട. നീ ഇത് ആർക്കാച്ച കൊടുത്തോ? വന്ന സ്ഥിതിക്ക് നീ ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോടാ. വാ. അതേടാ ബേബിച്ചൻ തന്നെ. ചാക്കോ അവനെ വലിച്ചു കൂട്ടിയിടാ. എനിക്കത് വേണ്ട. എന്റെ മക്കളെ ഇവനെ വിശ്വസിക്കുന്നു. എന്റെ മക്കളെ ഓർത്ത് എന്നോട് വില പറയാൻ മാത്രം നീ വളർന്നോടാ പിഴച്ച നായി. നിന്നെപ്പോലുള്ള ചോര ചവിട്ടിയിടടാ ഞാൻ ഇനി കാണുന്നത് ജീവിച്ചനായത്. ആ മോളിലുള്ള പെണ്ണിനെ വിളിച്ച് ഇവനെവിടെയും കൊണ്ട് കളയാൻ പറ. നിന്നോട് കൂടിയാ. നിന്നെ കൊണ്ട് പറ്റും. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഓർഡർ വന്നിട്ടുണ്ട്. സന്തോഷായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചേ. ഹലോ, സാറിന്റെ അവിടെ സാറിനുള്ള ഓർഡർ ഞാൻ ഹൈസ്കൂളിൽ കൊണ്ടുതരാം കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയ കള്ള കൃഷ്ണൻ. നീ വീട്ടിലോട്ട് പോടോ, കൊള്ളാൻ വെച്ചിട്ടുണ്ടോ മുട്ട കൊള്ളോ. ടീച്ചറെ അപ്പൊ ഇനി എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ കഷ്ടപ്പെട്. വെറുതെ പണിയൊന്നും കൊടുക്കാതെ സുഖിച്ചു വിട്ടിരിക്കുവല്ലേ. പിന്നെ എല്ലാവരുടെയും പേരും നാളും സെന്ററും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത പാമ്പും പഴുതാരയുമുള്ള നല്ലൊരു സെന്റർ കിട്ടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.
ആ വിനോദ് സാറേ എന്റെ സെന്റർ എവിടെയാ? ആ എന്നാലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡർ അങ്ങ് വായിക്കാം. ശ്യാമല ടീച്ചർ അങ്കമാലി. ഈശ്വര, വല്ല കുഴപ്പം പിടിച്ച സ്ഥലമാണോ സാറേ? ഏയ് ഒരു കുഴപ്പമില്ലെന്നേ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എനിക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി. പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നേ. രാജമ്മ ടീച്ചർ ആനങ്ങാട്. ആണോ? എന്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. ഓ, സന്തോഷ് സാറ് ശാന്തിപുരം. ഞാനോ സാറേ? ഉഷ ടീച്ചർ വട്ടപ്പറമ്പ്. അതെവിടെയാ? ആ, നമ്മുടെ ജില്ലയിൽ തന്നെയാന്നേ. അല്ലേ സന്തോഷ് സാറേ? പ്രീതി ടീച്ചറും ലില്ലി ടീച്ചറും കാലടി. അല്ല, അപ്പൊ വിനോദ് സാറിനില്ലേ? എനിക്ക് റിസർവാന്നേ, ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ജോസ് സാറിനത് കന്യ ഇലക്ഷൻ സാറിന്റെ സെന്റർ സാറ് തന്നെ നോക്കും. നിയമം അതെന്താ സാറേ അങ്ങനെ പറഞ്ഞു? നമ്മള് പോലീസ് കംപ്ലൈന്റ് കൊടുക്കും, അല്ല പിന്നെ എന്നാ ചെയ്യാനാ? സാറേ, ഈ ഇലക്ഷൻ കഴിയുന്നവരേ ഉള്ളൂ പോലീസും പ്രൊട്ടക്ഷനും ഒക്കെ. അത് കഴിഞ്ഞാലോ എനിക്കൊന്നും നഷ്ടപ്പെടുത്താൻ വയ്യ. നാളെ അവൻ വരണം, വരും. സാർ എന്നാ ഉദ്ദേശിക്കണേ? മുങ്ങിച്ചാവാൻ പോകുന്നവന് കച്ചിത്തുരുമെന്ന് സാറ് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് കയറി പിടിക്കാൻ പോവാ ഞാൻ. സാറിൻ്റെ കൂടെ നിൽക്കുമോ പ്ലീസ്? ആരോട് ചോദിച്ചിട്ടാണ് ആ ജോസിന്റെ വീട്ടിൽ പോയി പരാക്രമം കാണിച്ചത്? ആ ബൂത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? ആ ഓട്ടോക്കാരൻ എന്ത് ചെയ്യേ? അവനെ നിങ്ങൾ കൊന്നോ? അവൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഉപയോഗിച്ചായ. ഭാഗ്യം. നിങ്ങൾക്കൊക്കെ എന്നതാടാ, ഭ്രാന്തായോ? അല്ല ചോദിച്ചായ, പേടിയാണ് ഫ്രട്ടിക്ക്, പെട്ടുപോകുന്നു. അവൻ പറയുന്നതിൽ കാര്യമുണ്ട് ചോദിച്ചായ. ഈ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി ജയിച്ചില്ലെങ്കിൽ പണി കിട്ടും. രക്ഷിക്കാന്ന് വാക്ക് പറഞ്ഞവരൊക്കെ കൈമലതും, അത് ഉറപ്പാ. ജോണി, നിനക്കറിയോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാനും എൻ്റെ അനിയനും ഈ നിലയിലെത്തിയത്. അതൊരു പട്ടിയുടെ മൊഴിയിൽ നഷ്ടപ്പെടാൻ പാടില്ല. ജോസ് ഇനി ഒരിക്കലും മൊഴി കൊടുക്കില്ല. ബൂത്ത് നമ്പർ 8 വോട്ടിങ്ങിനിടെ 2 പാർട്ടിക്കാർ തമ്മിൽ സംഘർഷമുണ്ടാകും. ആ ഏറ്റുമുട്ടലിൽ നിരപരാധിയായ പ്രിസൈഡിംഗ് ഓഫീസർ കൊല്ലപ്പെടും. തികച്ചും രാഷ്ട്രീയം, കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ്.